നീ എന്നോട് പിണങ്ങിപ്പോവുകയാണ്. നീ പോയാലും നിന്നെ ഞാൻ വിടില്ല. സത്യമാണോ? എന്താ വിശ്വാസമില്ലേ? ഉണ്ട്. എന്നാലേ ഇനി ഇങ്ങനെ പിണങ്ങരുത് കേട്ടോ. ഞാൻ വരട്ടെ, എനിക്കല്പം ജോലിയുണ്ട്. ജോലിയോ? എന്ത് ജോലി? അത് തൽക്കാലം നീ അറിയണ്ട. അത്രയ്ക്ക് വലിയ ജോലിയോ? ശരി, ഇനി എപ്പോ വരും? ഞാൻ വരും. എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് കാണേണ്ടവരെയൊക്കെ കാണണം. പേടിച്ചു പോയായിരിക്കും അല്ലേ? നിന്റെ മുപ്പല്ലി കണ്ട് വിടാൻ മാത്രം പയ്യനല്ലോ ഞാൻ. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തിനു കുറച്ചാക്കുന്നു? മുഴുവൻ പറഞ്ഞോളൂ. അല്ല, എന്റെ പെണ്ണാണ്, മുറപ്പെണ്ണ്. അറിയാം. ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. സന്തോഷം, നടക്കട്ടെ. നിങ്ങൾ അതിന് തടസ്സമാണെങ്കിൽ? ഞാനോ? ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾ മല്ലിയെ കല്യാണം കഴിക്കരുതെന്ന്. നിങ്ങൾ മല്ലിയോട് പറഞ്ഞിട്ടില്ലേ? ഇല്ല. എങ്കിൽ പിന്നെ എനിക്ക് വഴിമാറി തന്നൂടെ? മിസ്റ്റർ, ഇത് ആണുങ്ങൾ ചോദിക്കുന്ന ചോദ്യമല്ല. സ്ത്രീകളെ സ്വാധീനിക്കുന്ന ആക്രമിച്ചിട്ടല്ല, അനുനയത്തിലാണ്. മര്യാദയ്ക്ക് അവരുടെ മനസ്സിലേക്ക് കടന്നില്ല നോക്ക്. ചിലപ്പോൾ അവൾ സമ്മതിച്ചേക്കും. നമ്മുടെ സ്നേഹത്തിന് ഈശ്വരന് ഇപ്പോഴായിരിക്കും കൂട്ടുനിൽക്കാൻ തോന്നിയത്. ഈശ്വരനെ പഴിച്ചിട്ട് എന്ത് കാര്യം? വിധിയെ മനുഷ്യനെ തടുക്കാനാവില്ലല്ലോ. ഓ വിധി മണ്ണാങ്കട്ട. ഇവിടെ പണമാണ് പെണ്ണ് മനുഷ്യന് വലുത്. ഏത് വഴിയിലായാലും വേണ്ടില്ല, കുറച്ച് പണമുണ്ടോ പുറകെ ആളുണ്ടാവും. ഇപ്പൊ എനിക്ക് ഒരാശ മാത്രമേ ഉള്ളൂ, നഷ്ടപ്പെട്ടതല്ല വീണ്ടെടുക്കുക. അതിൽ ഏറ്റവും വിലയേറിയത് കിട്ടിക്കഴിഞ്ഞു. വിലയേറിയതോ? അതേതാണ്? പറയട്ടെ? പറയൂ. എന്നാലേ എനിക്ക് ഏറ്റവും വിലയേറിയത് നീ തന്നെ. ആ, നാളെ മുതൽ നീ എന്റെ വീട്ടിൽ വന്ന് താമസിക്കണം. എന്താ, വരില്ലേ? എന്താ? നീയോ? നീ ഇത്ര പിടിക്കുകയോ? പിന്നെ ഞാനൊരു കാര്യം പറയാനാ വന്നത്. അത്ര വലിയ കാര്യമോ? എന്താ അത് കേൾക്കട്ടെ. നാളെ ഞങ്ങളുടെ ഉത്സവമാണ്, കാളി പൂജ. അങ്ങ് തീർച്ചയായും വരണം. എന്താ, വരില്ലേ? തീർച്ചയായും വരാം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ വെള്ളക്കുതിരക്കാരൻ ആരെന്ന്. എന്താണ് സാർ, എന്തുണ്ടായി? യെസ് യെസ്, യു ആർ ദി റൈറ്റ് പേഴ്സൺ. ബേബി, ഇന്ന് ആദിവാസികളുടെ കാളി പൂജയാണ്. അതിന് പ്രത്യേകതയുണ്ട്. കാളി പൂജ നടക്കുമ്പോൾ നിങ്ങൾ അവരെ പറയണം. അതിന്റെ ആവശ്യം എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞു തരാം. എന്റെ ശത്രു അവരുടെ അടുത്തുണ്ട്. അവൻ ഇവിടെ ജീവിച്ചിരുന്നാൽ എനിക്ക് ആപത്താണ്. ശരി, അക്കാര്യം സാർ, സാർ ഗായത്രിയുടെ? അതെ, ഞാൻ ഗായത്രിയുടെ സഹോദരൻ തന്നെ.
സാർ ഇവിടെ? എന്റെ കുടുംബത്തെ നശിപ്പിച്ച ചന്ദ്രഹാസനെ എനിക്ക് കണ്ടുപിടിക്കണം. എന്റെ അമ്മയെ മാത്രമേ ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി എന്റെ സഹോദരി എവിടെയെന്ന് കണ്ടുപിടിക്കണം. സാറിന്റെ സഹോദരി എന്റെ അടുത്തുണ്ട്. എന്റെ സഹോദരി നിങ്ങളുടെ അടുത്തുണ്ടെന്നോ? എവിടെ? എനിക്ക് അവളെ കാണാൻ തിടുക്കമായി. വരൂ. ഗായത്രി, 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 ഗായത്രി ഇവിടെ കാണുന്നില്ലല്ലോ. എന്താ? ഓ, എനിക്കറിയാം അവളവിടെ ഉണ്ട്. വരൂ. വൃത്തികെട്ട പിശാചെ, കള്ളക്കേസിൽ കുടുക്കി എന്നെ ജയിലിൽ അയച്ചതും പോരാഞ്ഞിട്ട് എന്റെ അമ്മയും പെങ്ങളെയും നീ വഴിയാധാരമാക്കി. ഇപ്പൊ എന്റെ സഹോദരിയുടെ ജീവൻ നീ വീണ്ടും പന്താടാൻ ശ്രമിക്കുന്നു. എടാ മൃഗമേ, ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നീ എന്റെ അടുത്ത് വന്ന് വീരവാദം അടിക്കുന്നു. നിന്നെ ഇപ്പോ എന്ത് ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ? ദാ നോക്കൂ, ഈ മുതലകൾ നിന്റെ അനിയത്തിയെ തിന്നുന്നത് കാണണ്ടേ?